അപ്പോൾ നോക്കിയാൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഗുഡ്സ് ആർ ഓഫൺ സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനേക്കാളും ഹയർ പ്രൈസിന് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് എന്ത് ചെയ്യും? ഗുഡ്സ് അയച്ചു കൊടുക്കാറുണ്ട്. എനി പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ആർ സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ദ ബ്രാഞ്ച് എബവ് ദ കോസ്റ്റ് പ്രൈസ് ഈസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ് ഓർ ഇൻഫ്ലേറ്റഡ് പ്രൈസ് ഓർ ലോട്ടഡ് പ്രൈസ്. അപ്പോൾ ഇത്തരത്തിൽ കോസ്റ്റ് പ്രൈസിനേക്കാളിലും കൂടിയ എമൗണ്ടിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചസിന് ഗുഡ്സ് അയച്ചു കൊടുത്താൽ ആ എമൗണ്ടിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ പ്രൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻവോയ്സ് പ്രൈസ്, അല്ലെങ്കിൽ ലോട്ടഡ് പ്രൈസ്, അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസ് എന്നൊക്കെ പറയുന്നത്. This is done with a view to conceal the cost price from the branch manager. അപ്പം ശരിയായ കോസ്റ്റ് പ്രൈസ് എന്താണ് എന്ന് ബ്രാഞ്ച് മാനേജറിൽ നിന്നും മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫീസ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്? ഹയർ പ്രൈസിന് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നത്. This is done with a view to conceal the cost price from the branch manager so that അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ബ്രാഞ്ച് മാനേജർ may not be able to know the actual profit made by the head office at the branch. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എന്താണ് എന്ന് ശരിയായ അറിയാത്തത് കൊണ്ട് തന്നെ ശരിയായ ലാഭവും ആർക്കറിയാൻ പറ്റില്ല? ബ്രാഞ്ച് മാനേജറിന് അറിയാനായിട്ട് സാധിക്കില്ല. It will also help to have a better control over the branch stock as the loaded price itself is often the selling price. അപ്പം ഇതിൽ നിന്നും നല്ലൊരു ബ്രാഞ്ച് സ്റ്റോക്കിന് മേലൊരു ബെറ്റർ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. As the opening stock goods are sent to branch and closing stock are at a loaded price, some adjustment should be made in the books of the head office to arrive at the true profit. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിലായാലും നമ്മുടെ ഹെഡ് ഓഫീസ് ഇൻവോയ്സ് പ്രൈസിനാണ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്തരത്തിലുള്ള ഈ 3 കാര്യങ്ങളിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയാൽ മാത്രമേ നമുക്ക് ശരിയായ ലാഭം ആ ഒരു ഹെഡ് ഓഫീസിന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതെന്താണ് നമുക്ക് നോക്കാം. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ 3 കാര്യങ്ങളിനകത്ത് പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കണ്ടുപിടിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ ലാഭം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നോക്കിയേ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നോക്കുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എഴുതുന്നത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നത്. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ടിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? അപ്പോൾ അതിന്റെ ശരിയായ കോസ്റ്റ് പ്രൈസിലല്ല കാണിച്ചിരിക്കുന്നത്, ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പ്രോഫിറ്റ് ആ എമൗണ്ടിലുണ്ട്. ആ പ്രോഫിറ്റ് കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ കോസ്റ്റ് പ്രൈസ് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ അതിന്റെ ശരിയായ ആ ലോഡിംഗ് കണ്ടുപിടിച്ച് ആ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അതിന്റെ എമൗണ്ട് കുറയണമെങ്കിൽ നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ലോഡിംഗ് കാണിക്കണം. അപ്പൊ കാണിക്കേണ്ടത് എങ്ങനെയാണ്? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പൊ എൻട്രി എങ്ങനെയാണ്? സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലും അതിന്റെ ലോഡിംഗ് എഴുതേണ്ട എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കണം. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ടല്ലേ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നാണ് വരേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു നമ്മൾ ഗുഡ്സ് അയക്കുന്നത് ഇൻവോയ്സ് പ്രൈസിനാവുമ്പോൾ അവിടെ എന്തുണ്ട്? ആ ഗുഡ്സിന്റെ എമൗണ്ടിനകത്ത് പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അത് എന്താണോ ഗുഡ്സ് അയക്കുമ്പോൾ ഉള്ള എൻട്രി അതിന് നേരെ റിവേഴ്സ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. അതായത് ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എഴുതും, ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ പ്രോഫിറ്റ് കുറയാൻ വേണ്ടി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. പിന്നെ ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിലാണല്ലേ? എൻട്രി എന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്നാണ് വരുന്നത്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിനകത്തെയും പ്രോഫിറ്റ് നമ്മൾ കുറയണമെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പം എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പം ഈ 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചില കേസിലൊക്കെ ഗുഡ്സ് റിട്ടേൺ വരും. ഗുഡ്സ് റിട്ടേൺ വരുമ്പോൾ നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പം അതിന്റെ പ്രോഫിറ്റ് കുറയണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചാൽ മതി. അപ്പം നമ്മൾ ഇതിനെ കഴിയുമ്പോൾ എൻട്രി ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര രൂപയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് റിസർവ് എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അതിനകത്ത് എത്ര രൂപയാണ് കാണിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. അത് ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റിനാണ് ഗുഡ്സ് അയച്ചതെന്നേ പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ് ഹെഡ് ഓഫീസ് 50,000 രൂപയുടെ ഗുഡ്സ് ബ്രാഞ്ചിന് അയച്ചു കൊടുത്തു. അതെന്ന് പറയുന്നത് സെയിൽസിന്റെ 20%,
അല്ലെങ്കിൽ സെയിൽസിന് 20% പ്രോഫിറ്റിനാണ് അയച്ചു കൊടുത്തത് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസിന് 20% കണ്ടുപിടിക്കണം. അതാണ് പ്രോഫിറ്റ്. എന്നാലും മാത്രമേ നമുക്ക് ഈ സ്റ്റോക്ക് റിസർവ് അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ എമൗണ്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ എക്സാമ്പിളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് എത്ര രൂപയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ആ ഒരു എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അല്ല, ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദ ഇൻവോയ്സ് പ്രൈസ് ഇഫ് ദ ഗുഡ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് 10,000 ഈസ് സെൻഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഈ ഗുഡ്സ് അയച്ചു കൊടുത്തിരിക്കുന്ന എത്ര രൂപയ്ക്കാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. 10,000 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഗുഡ്സ് അയച്ചു കൊടുത്തത് കോസ്റ്റിന്റെ 25% ലാഭത്തിനാണെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താണ്? നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 10,000 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 10,000 കോസ്റ്റിന്റെ 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 10,000ന്റെ 25% കണ്ടുപിടിക്കാം. ഇപ്പം എത്ര കിട്ടും? 2,500. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻവോയ്സ് പ്രൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 ആണ്. പ്ലസ് പ്രോഫിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തിൻ്റെയാണ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്? അപ്പോൾ കോസ്റ്റ് പ്രൈസും തന്നിട്ടുണ്ട്. കോസ്റ്റിൻ്റെ 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് എഴുതുക. കോസ്റ്റ് പ്രൈസിൻ്റെ 25% കണ്ടുപിടിക്കുക. ദെൻ ഈ കോസ്റ്റ് പ്രൈസും ഈ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 12,500. അതാണ് എന്തെന്ന് പറയുന്നത്? ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇൻവോയ്സ് പ്രൈസ് ഒക്കെ തരും, ഈ പ്രോഫിറ്റ് തരില്ല. അപ്പോൾ ഇവിടുത്തെ കണ്ടില്ല, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് കോസ്റ്റിന്റെ 25% പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് എഴുതുക. കോസ്റ്റ് പ്രൈസിന് 25% കണ്ടുപിടിക്കുക. കോസ്റ്റ് പ്രൈസും ആ പ്രോഫിറ്റും കൂടി കൂട്ടുക. ഇത്രയേ ഉള്ളൂ ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. ഇതേപോലെ തന്നെയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് 30,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് നോക്കുക. എന്താണ്? കോസ്റ്റിന്റെ 33.3333 അങ്ങനെയുള്ള പെർസെൻറ്റേജ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പം ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 30,000. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിന്റെ 33.33 ആണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റിന്റെ 33 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് 30,000 ഇൻറ്റു 33.33. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ 33.333 എന്ന് കുറച്ചുകൂടെ ഡിജിറ്റ് ഇട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മളല്ല ചെയ്യണമെങ്കിൽ 9,999 വരുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി പോയിന്റ് കഴിഞ്ഞിട്ട് 2-3 ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,000 വരും. നമ്മൾ 10,000 എടുക്കുക. നമ്മൾ എന്താണ് എടുക്കുക? ഇൻവോയ്സ് പ്രൈസ് കാണും. ഇൻവോയ്സ് പ്രൈസ് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. നമ്മൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 30,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 10,000. ദെൻ ഇൻവോയ്സ് പ്രൈസ് അപ്പോൾ എത്രയാണ്? 40,000. അപ്പം ഇത്തരത്തിൽ തന്നാൽ, അതായത് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. അതായത് കോസ്റ്റ് പ്രൈസും തന്നിട്ട് കോസ്റ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് എഴുതുക. ആ കോസ്റ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. രണ്ടും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടും. ഇനി നമുക്ക് മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യന് നോക്കാം. നോക്കി, അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് കോസ്റ്റ് ഇഫ് ഗുഡ്സ് ഓഫ് ദ ഇൻവോയ്സ് പ്രൈസ് ഓഫ് 50,000 ആർ സെൻഡ് അറ്റ് എ പ്രോഫിറ്റ് ഓൺ 20% ഓൺ ഇൻവോയ്സ് പ്രൈസ്. ഇവിടെ എന്താ കണ്ടുപിടിക്കണം? കോസ്റ്റ് പ്രൈസും കണ്ടുപിടിക്കണം, പ്രോഫിറ്റും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഇൻവോയ്സ് പ്രൈസ് 50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസിന്റെ 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് ഏതാണോ അതിന്റെ തന്നെ പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു? കോസ്റ്റ് പ്രൈസും തന്നിട്ട് പ്രോഫിറ്റ് ആ കോസ്റ്റ് പ്രൈസിന് 20% എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50,000. ദെൻ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? പ്രോഫിറ്റ് എന്താണ്? 20% ഓൺ ഇൻവോയ്സ് പ്രൈസ്. അതായത് 50,000ന്റെ 20% ആണ്. 50,000 ഇൻറ്റു
20%. എത്ര വരും? 10,000 വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുന്നതാണ് എന്ത്? ഇൻവോയ്സ് പ്രൈസ്. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവോയ്സ് പ്രൈസിൽ നിന്നും പ്രോഫിറ്റ് കുറയ്ക്കുന്നതാണ്. അപ്പൊ നമ്മൾ എഴുതണം കോസ്റ്റ് പ്രൈസ് ഇസ് ഇക്വൽ ടു ഇൻവോയ്സ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് പ്രൈസ് 50,000 ആണ്. അതിൽ നിന്നും 10,000 കുറച്ചാൽ ബാലൻസ് എത്ര വരും? 40,000 ആണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് തരുന്നത് ഇൻവോയ്സ് പ്രൈസ് ആണ്. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻവോയ്സ് പ്രൈസിന്റെ 20% ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പ്രൈസും ആ പ്രോഫിറ്റിന്റെ അല്ലെ എത്രന്റെ ആണോ പ്രോഫിറ്റ് അതും സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആ ഇൻവോയ്സ് പ്രൈസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 10,000 എന്ത് കിട്ടി? പ്രോഫിറ്റ് എന്നുള്ളത് കിട്ടി. ഇനി എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് ആണ് തന്നെങ്കിൽ അതിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചാൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. കോസ്റ്റ് പ്രൈസ് തന്നിട്ട് ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുമ്പോഴാണ് ഇൻവോയ്സ് പ്രൈസ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് തന്നു, കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റും തന്നു. രണ്ടാമത് ഇൻവോയ്സ് പ്രൈസ് തന്നു, ഇൻവോയ്സ് പ്രൈസിന്റെ പ്രോഫിറ്റ് തന്നു. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമുക്ക് തന്നത് ഇൻവോയ്സ് പ്രൈസും പ്രോഫിറ്റോ കോസ്റ്റിന്റെ 25% പ്രോഫിറ്റ് എന്നാണ് പറയാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പ്രൈസ് രണ്ടും വ്യത്യാസമല്ലേ? ഇവിടെ ഇൻവോയ്സ് പ്രൈസ് തന്നു, ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെതുമാണ്. ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കിയേ, എപ്പോഴും മനസ്സിലാക്കുക കോസ്റ്റിന്റെ പ്രോഫിറ്റ് ആണ് തരുന്നതെങ്കിൽ കോസ്റ്റിന്റെ പ്രോഫിറ്റ് ആണ് തരുന്നതെങ്കിൽ കോസ്റ്റ് പ്രൈസിന് 25% എന്ന് പറഞ്ഞാൽ എത്രയാണോ കോസ്റ്റ് പ്രൈസ് അതിന്റെ 25% എന്നാണ് അർത്ഥം. നമുക്കിവിടെ തന്നിരിക്കുന്ന കോസ്റ്റ് പ്രൈസ് ആണോ? അല്ല, ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്രയാണോ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് അത് ആഡ് ചെയ്ത് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് 25 ആണല്ലോ എന്തെന്ന് പറയുന്നത് പെർസെൻറ്റേജ്, അതിനെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 100 ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, കോസ്റ്റ് 100 ആണ്. അപ്പൊ നമുക്കറിയാം കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ കൂട്ടുന്നതാണ് എന്ത്? ഇൻവോയ്സ് പ്രൈസ്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? 25 ആണ്. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 125 ആണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് ഇൻവോയ്സ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്, പ്രോഫിറ്റോ കോസ്റ്റ് പ്രൈസിൻ്റെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ഇവിടെ അറിയില്ല. നമുക്ക് ആകെ തന്നിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസും പ്രോഫിറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് അറിയില്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ 100 ആണെന്ന് അസ്യൂം ചെയ്യുക അല്ലേ? അപ്പം 100 ആണ്. അപ്പോൾ കോസ്റ്റിൻ്റെ 25% എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? പ്രോഫിറ്റ് എത്ര തന്നെ വരും? പ്രോഫിറ്റ് 25 ആണ് അല്ലേ? അതായത് കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് എടുത്താൽ 100ന്റെ കൂടെ 25 ആണ് എന്ത്? പ്രോഫിറ്റ് അല്ലേ? അതായത് 100ന്റെ 25% എത്രയാണ്? 25 വരും. മനസ്സിലായോ? അപ്പൊ അവിടെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 25 ആണ്. ഓക്കെ, അതായത് ഒരു പ്രോഡക്റ്റ് കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എത്രയായിരിക്കും? ഇത് തമ്മിൽ കൂട്ടുന്നതല്ലേ? 100 പ്ലസ് 25 ആണ് ഇതെന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ 25% എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസിന്റെ എത്രയാവും? 25/125 ആവും. മനസ്സിലായോ? കോസ്റ്റ് പ്രൈസ് 25% ആണെങ്കിൽ അത് 25% എങ്ങനെ എഴുതുന്നത്? 25/100. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 125 ആവില്ലേ? 100ന്റെ കൂടെ 25 കൂടെ കൂട്ടുമ്പോൾ 125 ആവും. അങ്ങനെയാണെങ്കിൽ അതിന്റെ 25% എത്ര? മനസ്സിലായോ? ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന 30% ഓൺ കോസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. നമുക്കിവിടെ തരുന്നത് രണ്ടും വ്യത്യാസമാണെങ്കിലാണ്, ഇവിടെ ഇൻവോയ്സ് പ്രൈസ് ഇവിടെ കോസ്റ്റ് പ്രൈസ് രണ്ടും വ്യത്യസ്തമാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? കോസ്റ്റ് പ്രൈസിന് 30% തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 30/100 ആണ് കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് വരുമ്പോഴോ 30/130 എന്ന് വരും. ഓക്കെ, ഇനി പോട്ടെ, ഇവിടെ തന്നിരിക്കുന്ന 50% ആണെന്നുണ്ടെങ്കിലോ കോസ്റ്റിന്റെ 50% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ കോസ്റ്റിന്റെ 50% എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് വരുമ്പോഴോ 50/180. ഇങ്ങനെ മനസ്സിലാക്കുക, കോസ്റ്റിന്റെ
എത്ര പെർസെൻറ്റേജ് ആണോ തരുന്നത് അത് ഇൻവോയ്സ് പ്രൈസിലോട്ട് മാറ്റുമ്പോൾ ആ തന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ അതിൻ്റെ കൂടെ 100ൻ്റെ കൂടെ അത് ആഡ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പം 50% ആണെങ്കിൽ 50/150, 70% ആണെങ്കിൽ 70/170, അങ്ങനെ വരിക. അപ്പം ഇവിടെ നോക്കിയേ, ഇപ്പം ഇൻവോയ്സ് പ്രൈസ് തന്നിട്ട് കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് ആണെങ്കിലാണ് ഇങ്ങനെ. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഇൻവോയ്സ് പ്രൈസ് 40,000 ആണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40,000. ഇവിടെ തന്നിരിക്കുന്ന കോസ്റ്റിന്റെ 25% നമുക്ക് ഒരിക്കലും 40,000ന്റെ 25% എന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻവോയ്സ് പ്രൈസിന്റെ 25% എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കോസ്റ്റിന്റെ 25% എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസ്റ്റിന്റെ ഇപ്പൊ 100 എന്ന് പറയുന്നത് കോസ്റ്റ് 100 ആണെങ്കിൽ അതിന്റെ 25% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എത്ര ആയിരിക്കും? 100 + 25. അപ്പൊ 25/125 ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 40,000 × 25/125 ചെയ്യുമ്പോൾ 8,000 കിട്ടും. മനസ്സിലായി? ഇനി നമ്മൾ എന്താ, അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഇനി കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഈ ഇൻവോയ്സ് പ്രൈസിൽ നിന്നും എന്ത് കുറയ്ക്കുക? പ്രോഫിറ്റ് കുറയ്ക്കുക. അതായത് 40,000-ൽ നിന്നും 8,000 പോയാൽ ബാലൻസ് 32,000 ആയിരിക്കും എന്ത്? കോസ്റ്റ് പ്രൈസ്. അതായത് അപ്പം നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അപ്പം നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടി? 32,000 കിട്ടിയില്ലേ? 32,000 ആണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിന് 25% പ്രോഫിറ്റ് എന്നല്ലേ പറയാം. നമുക്ക് നോക്കാം. 32,000 × 25%. എത്ര കിട്ടും? 8,000 തന്നെ കിട്ടും. നമ്മൾ നോക്കാം. അപ്പം കോസ്റ്റ് പ്രൈസിന്റെ 25%വും ഇൻവോയ്സ് പ്രൈസിന്റെ എത്ര ശതമാനമാണ്? 25/125 ആണ്. ഓക്കെ, അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 അല്ലേ? 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 25/100 ആണ്. അല്ലേ? 25/100 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/4 വരും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് കോസ്റ്റ് പ്രൈസ് തന്നാൽ അതിനേക്കാളും ഒരുപടി മുകളിലായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻവോയ്സ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസ് 25/100 തന്നാൽ ഇൻവോയ്സ് പ്രൈസ് 25/125 ആയിരിക്കും. അപ്പം ഇത് വെട്ടുമ്പോൾ 1/4 വരും. ഇത് വെട്ടുമ്പോഴോ 1/5 വരും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നോക്കിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് ആണെങ്കിൽ, നമുക്ക് തരുന്നത് ഇൻവോയ്സ് പ്രൈസും ആണെങ്കിൽ, ഒരിക്കലും ആ ഇൻവോയ്സ് പ്രൈസിന്റെ 25% എന്ന് എഴുതി വെക്കരുത്. എങ്ങനെ എഴുതാവൂ? ഇൻവോയ്സ് പ്രൈസ് × 25/125 എന്ന് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കുക. നമുക്ക് തരുന്നത് ഒരു പ്രൈസും പ്രോഫിറ്റ് മറ്റൊരു പ്രൈസിൻ്റെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കുക. വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം നമുക്കിനി ഒരു മെത്തേഡ്, അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് കണ്ടുപിടിക്കുന്ന രീതി മാത്രമേ ചെയ്തുള്ളൂ. ഇനി നമുക്ക് ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് പഠിക്കണം. അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.